ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ഞാനാണ് ഉണ്ടാക്കണം, പക്ഷെ എനിക്കുണ്ടാക്കാൻ അറിഞ്ഞൂടാ. എൻ്റെ സ്വന്തം റെസിപ്പിയാണ്, എൻ്റെ ഭാവനയിൽ തെളിഞ്ഞ ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കണം. ഒരിടത്ത് നോക്കിയിട്ടൊന്നുമില്ല. സക്സസ് ആയി അല്ലെങ്കിൽ പോയി, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അമ്മ ജോലിക്ക് പോയി, കീർത്തി ജോലിക്ക് പോകാറുണ്ട്. അമ്മ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം. അതിനുവേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഫ്ലോപ്പ് ആവുമെന്ന് അറിഞ്ഞൂടാ. അപ്പം യെസ് ഗൈസ്, നമ്മൾ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. എനിക്ക് പനി പിടിച്ചു ഗൈസ്, അതാണ് ഞാനിതാ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇതൊക്കെ വേണം കേട്ടോ. ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിൽ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുകും വറ്റൽമുളകൊക്കെ ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം സവാള ഇട്ട് നന്നായിട്ട് വഴറ്റണം. നല്ല വഴറ്റി ഒരു ഗോൾഡ് കളറായി വരുമ്പോഴത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് അതിൽ മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിന് ശേഷം അതിൽ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഇതിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റണം. അങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ച് ബീഫ് അതിലോട്ടിടണം കേട്ടോ. ഞാൻ ബീഫ് സെപ്പറേറ്റ് കുക്കറിൽ വേവിച്ചെടുത്തേ. അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ്. അത് ഇതിലോട്ടിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റണം. ഈ മസാലയിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ല നമ്മൾ മീൻസ് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ എടുത്ത് നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് വീട്ടിൽ പൊടിപ്പിച്ച ഗരം മസാലപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല മണം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ വഴറ്റണം. അടി പിടിക്കാണ്ട് നമ്മൾ കരിഞ്ഞു പോകാണ്ട് നമ്മൾ വഴറ്റി എടുക്കണം. അപ്പോഴത്തേക്ക് തന്നെ നല്ല കളർ ചേഞ്ച് വരും. ബീഫിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. കാണാനായാലും ഉണ്ടാക്കാനായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, പക്ഷെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണേ. കുരുമുളക് പൊടി നേരത്തെ മസാല ഇട്ട സെയിം ഇതിൽ തന്നെ ഇട്ട് നന്നായിട്ട് വരട്ടി എടുക്കണം. നന്നായിട്ട് വരട്ടി അതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ചായി വരും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ടും. അങ്ങനെ വരട്ടി നന്നായിട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ എന്തിട്ട് കൊടുക്കണം? കറിവേപ്പിലയും മല്ലിപ്പൊടിയെന്ന് മല്ലിയില ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഇങ്ങനെ വരുമെന്ന്. അപ്പോൾ നമുക്ക് അമ്മയ്ക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. തിന്നില്ലല്ലോ. ശരിക്കും കൊള്ളായിരുന്നു കേസ്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ വരുമെന്ന്. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.